ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ഒക്കെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻ ആയിട്ടുള്ളതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ്, പിന്നെ മൈ കമ്പ്യൂട്ടർ, റീസൈക്കിൾ ബിന്ന്, സ്റ്റാർട്ട് ബട്ടണ്, പിന്നെ ടാസ്ക് ബാർ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ആപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ നോട്ട് പാഡ് എന്നൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. നോട്ട് പാഡ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. നോട്ട് പാഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന ഷോർട്ട് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്തായിരിക്കും? മിനിമൈസ് ബട്ടൺ കാണും, മാക്സിമൈസ് ബട്ടൺ കാണും, അതുപോലെ ക്ലോസ് ബട്ടണും കാണും. മിനിമൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കത് മിനിമൈസ് ചെയ്തിടാൻ, അതായത് ടാസ്ക് ബാറിലേക്ക് നമുക്ക് മിനിമൈസ് ചെയ്തിടാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു മിനിമൈസ് ആക്കി ഇട്ടാൽ മതി. അപ്പം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസും ആകത്തില്ല, കട്ടായും പോത്തില്ല. അപ്പോൾ എന്താക്കി ഇടാം? നമുക്ക് മിനിമൈസ് ആക്കി ഇടാം. പിന്നെ വരുന്നതാണ് മാക്സിമൈസ് എന്ന് പറയുന്നത്. ഏതൊരു ഡോക്യുമെന്റിലും കാണാൻ പറ്റും മിനിമൈസും മാക്സിമൈസും ക്ലോസ് ബട്ടണും. മാക്സിമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്റ് എന്താക്കുക? മാക്സിമം ഫിറ്റ് ആയിട്ട് നമ്മുടെ ഡെസ്ക് ടോപ്പിൽ നിർത്തുക എന്നുള്ളതാണ്, വലുതാക്കുക. പിന്നെ വരുന്നതാണ് ക്ലോസ് ബട്ടൺ. ക്ലോസ് ബട്ടണിനെ നമ്മൾ നെക്കിക്കഴിഞ്ഞാൽ എന്താ പറ്റും? ആ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ക്ലോസ് ആയിട്ട് പോകും. പിന്നെ കാണുന്നതാണ് ഈ റെഡ് കളറിൽ കാണുന്ന, അത് ടൈറ്റിൽ ബാർ എന്ന് പറയും. ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ പേര് എഴുതി കാണിക്കും. ഏത് ഡോക്യുമെന്റ് ആണോ നമ്മൾ എടുത്തത് അതിന്റെ പേര് എഴുതി കാണിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. പിന്നെ താഴേക്ക് വരുമ്പം ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, ഇങ്ങനെ ഒരു വിൻഡോ, ഇങ്ങനൊരു ഭാഗം കൂടെ കാണും. അതിന് നമ്മൾ മെനു ബാർ എന്നാണ് പറയുന്നത്. ഫയൽ കാണും, അതിനകത്ത് എഡിറ്റ് കാണും, വേർഡ് എടുത്താലും അതിനകത്ത് കാണും ഫയൽ, ഹോം, എഡിറ്റ്, ഇങ്ങനെയുള്ളത് കാണും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മെനു ബാർ എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നതാണ് തൊട്ട് താഴെ കിടക്കുന്ന ഭാഗം, അതിന് നമ്മൾ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും ആ ഒരു വർക്ക് സ്പേസ് കാണുന്നത്. ഏതൊരു പ്രോഗ്രാമും ഏതൊരു ആപ്ലിക്കേഷൻ എടുത്താലും നമുക്ക് വർക്ക് സ്പേസ് കാണുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും. പിന്നെ കാണുന്നതാണ് സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അപ്പം ഇങ്ങനെ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ക്രോൾ ബാർ കാണാൻ പറ്റും. കണ്ടോ? താഴേക്കും പോകാം, അതുപോലെ തന്നെ മുകളിലേക്കും പോകാൻ പറ്റും. അതുപോലെ വെർട്ടിക്കലായിട്ട് നമുക്ക് പോകാൻ പറ്റും, മൂവ് ചെയ്യാൻ സാധിക്കും. അതിനാണ് സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. അത് രണ്ട് സൈഡിലും കാണും. പിന്നെ താഴേക്കും പോവാം. അപ്പം നമുക്ക് എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? വെർട്ടിക്കലായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ താഴേക്കും നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും കാര്യം നമ്മളൊരു ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ മൈ കമ്പ്യൂട്ടർ നമ്മൾ കൂടുതൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ മൂവ് ചെയ്യാനായിരിക്കും. അപ്പം ഞാനിത് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ഫോൾഡർ ഞാൻ ചുമ്മാ ഒന്ന് ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാനൊരു ന്യൂ ഫോൾഡർ എടുക്കുക. ഓക്കെ, ഞാൻ അവിടെ ചുമ്മാ പേര് കൊടുക്കുക, ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്തു. എനിക്ക് ഈ ഫോൾഡർ തന്നെ എനിക്ക് ഡെസ്ക് ടോപ്പിലും വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഡ്രാഗ് ചെയ്താണ് നമ്മൾ ഡെസ്ക് ടോപ്പിലേക്ക് ആക്കുന്നത്. അപ്പം ഞാനൊന്ന് ഇത് ചെയ്യുവാണ്. അപ്പം ഞാൻ ഈ ഫോൾഡറാണ് അല്ലേ, ഈ FF എന്ന് പറഞ്ഞ ഫോൾഡറാണ് എനിക്ക് ഡെസ്ക് ടോപ്പിലേക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഡെസ്ക് ടോപ്പിലേക്ക് ആക്കാം. ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൈ നമ്മൾ മൗസിൽ നിന്ന് എടുക്കാതെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെയാണോ ഡെസ്ക് ടോപ്പിൽ വേണ്ടത് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ എന്തായി? ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ, ഈ ഫോൾഡർ തന്നെ എനിക്ക് വേറൊരു ഡ്രൈവിലേക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോൾഡർ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈക്കകത്താണ് വേണ്ടത് അല്ലേ, ഈക്കകത്ത് ആക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം.
ദേ കിടക്കുന്നു. ഇതാണ്. അങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ഡ്രാഗ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ആ ഫംഗ്ഷൻ റിലീസ് ആക്കുക. പിന്നെ വരുന്നതാണ്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഫോൾഡർ എന്ന് പറയുന്നത്. ഫോൾഡർ എന്ന് പറഞ്ഞത് നമ്മൾ ഫോൾഡറിനകത്തായിരിക്കും എല്ലാ ഫയൽസുകളും, നമ്മൾ ഡോക്യുമെന്റ്സ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഫോൾഡറിനകത്തായിരിക്കും സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മൈ കമ്പ്യൂട്ടറിനകത്ത് ഫോൾഡറുകളാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഓരോ ഫയൽസുകളെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ ഫോൾഡർ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനായിരിക്കും, നമ്മുടെ കമ്പ്യൂട്ടറിനെ എന്താണ് ഓർഗനൈസ് ചെയ്യാനായിരിക്കും. നല്ല വൃത്തിയോടൊക്കെ വെക്കാനായിട്ടാണ് നമ്മുടെ ഫോൾഡർ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് മൗസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മൗസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ക്ലിക്കും ഉണ്ട്, അതുപോലെ ലെഫ്റ്റ് ക്ലിക്കും ഉണ്ട്. റൈറ്റ് ക്ലിക്ക് നമ്മൾ ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിലാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ആണെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും കമാൻഡ്സ് കൊടുക്കാനാണ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക് ആണെങ്കിലോ, റൈറ്റ് ക്ലിക്ക് ആണെങ്കിൽ കുറേ ഫങ്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പം എനിക്ക് ഡെസ്ക്ടോപ്പിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചുമ്മാ ചെയ്യുവാണെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിൽ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് അല്ലേ, ഡെസ്ക്ടോപ്പിൽ കാണുന്ന കാഴ്ചയ്ക്കാണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വ്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ലാർജ് ഐക്കൺസ് എന്ന് കാണാം. ലാർജ് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെയാണ് ഐക്കൺസ് എന്ന് പറയുന്നത്. അപ്പം ലാർജ് ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാർജ് ഐക്കൺസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായിട്ടുണ്ട്, ഐക്കൺസ് ഒക്കെ ലാർജ് ആയിട്ടുണ്ട്. പിന്നെ വരുന്ന വ്യൂവിനകത്താണ് മീഡിയം ഐക്കൺസ്. മീഡിയം ഐക്കൺസ് ആക്കിയ മീഡിയം ആയി പോവും സൈസ്. പിന്നെ സ്മോൾ ഉണ്ട്, സ്മോൾ ആക്കിയ സ്മോൾ ആവും സൈസ്. പിന്നെ വരുന്നത് വ്യൂ തന്നെ വരുന്നതാണ് ഓട്ടോ അറേഞ്ച് ഐക്കൺസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അത് ടിക്കാണ്. ഈ ടിക്ക് ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് വരത്തില്ല. അതായത് അറേഞ്ച് ചെയ്ത് വരുന്നുണ്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അത് ഓട്ടോ അറേഞ്ച്, ഇപ്പോൾ ഞാനിത് മൈ കമ്പ്യൂട്ടർ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് വ്യൂവിനകത്ത് നമ്മൾ ടിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ മൈ കമ്പ്യൂട്ടർ എവിടെ പോയിട്ടുണ്ട്, ഓട്ടോ ആയിട്ട് അറേഞ്ച് ആയിട്ടുണ്ട്, ഓട്ടോ അറേഞ്ച് ആയി മാറി. പിന്നെ ഞാൻ അലൈൻ ഐക്കൺസ് ടു ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാനിതിനെ എവിടെ കൊണ്ടുവയ്ക്കാം, നമുക്ക് പല രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ വേണോ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഐക്കൺസിനെ നമുക്ക് മൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. കണ്ടോ, നമുക്ക് എങ്ങനെ വേണം നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഞാനത് അലൈൻ ടു അത് ടിക്ക് ഓൺ ചെയ്ത് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓട്ടോ അറേഞ്ച് ഐക്കൺസ് ചെയ്തു. അന്നേരം എന്തായി, ഓട്ടോമാറ്റിക് ആയിട്ടത് അറേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺ. അത് ടിക്ക് ഓൺ ആണ്, കാരണം നമ്മൾക്ക് അത് ഐക്കൺസ് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് കൊടുത്തു, വ്യൂവിനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഓഫ് ആക്കുവാണെന്തും ഐക്കൺസ് ഒക്കെ മാഞ്ഞു പോകും, അത് കാണത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല ഐക്കൺസ് ഒന്നും. അപ്പോൾ അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ കിടത്താണ് സോർട്ട് ബൈ. അറേഞ്ച് ചെയ്യാം, സോർട്ട് എന്ന് അറേഞ്ച് ചെയ്യാനല്ലേ, നെയിമിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാം, സൈസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം, ഐറ്റം ടൈപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്യാം, ഡേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. നെയിം ആണെങ്കിൽ നെയിം ആയിട്ട് അറേഞ്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് റീഫ്രഷ് എന്നുള്ള ഫംഗ്ഷൻ. റീഫ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺസ് ഒക്കെ റീഫ്രഷ് ആവും, അതുപോലെ ഡെസ്ക്ടോപ്പ് റീഫ്രഷ് ആവും. അങ്ങനെ അതിനാണ് ആ റീഫ്രഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നത്. പിന്നെ വരുന്നതാണ് ന്യൂവിനകത്ത് പിന്നെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ. ന്യൂവിനകത്താണ് ഫോൾഡർ. നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവിനകത്ത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പേര് കൊടുക്കുക. അപ്പോൾ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ന്യൂവിനകത്ത് പിന്നെ കിടക്കുന്നതാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഫോൾഡർ നമുക്ക് പെട്ടെന്ന് എടുക്കാനാണ്. അതായത് ഡെസ്ക്ടോപ്പിൽ നിന്ന് നേരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ് ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നത്. ഷോർട്ട് കട്ടായിട്ട് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ ഞാൻ ബ്രൗസ് നമുക്ക് ഏത് ഫോൾഡർ ആണോ ഏത് പ്രോഗ്രാം ആണോ നമുക്കറിയത്തില്ല എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബ്രൗസ് ഞെക്കുക. ദെൻ നമുക്ക് ഏത് പ്രോഗ്രാം ആണോ ഏത് ഫോൾഡർ ആണോ നമുക്ക് വേണ്ടത് അത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡറാണ് എനിക്ക് ഷോർട്ട് കട്ടായിട്ട് വേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. അപ്പം എന്തായിട്ടുണ്ട്,
ആ ഒരു ഫോൾഡറിന് ഷോർട്ട് കട്ട് ആയിട്ട്. അതായത് അതിലൊന്ന് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ അതിനകത്തൊന്നുമില്ല, നമ്മൾ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും.